ഹായ് എവരി വൺ. ഇന്ന് നമുക്ക് സിറിഞ്ചുകളെക്കുറിച്ച് പഠിക്കാം കേട്ടോ. എല്ലാ സിറിഞ്ചുകളും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഉപയോഗം എന്താണ്, ഏതൊക്കെ ടൈപ്പ് സിറിഞ്ചുകളാണുള്ളതെന്നതിനെക്കുറിച്ച് പഠിക്കാം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഫസ്റ്റ് ഇത് തന്നെയാണ്. ഇൻസുലിൻ സിറിഞ്ച് 40 യൂണിറ്റാണ് അതിനകത്ത്. ഇൻസുലിൻ സിറിഞ്ചിന് ഇത് അറ്റാച്ച്ഡ് ആണ് കണ്ടോ. ഈ സിറിഞ്ച് നമ്മൾ വിളിക്കുന്നത് ഇൻസുലിൻ സിറിഞ്ചാണ്. ഇൻസുലിൻ കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ സിറിഞ്ച് യൂസ് ചെയ്യുന്നത്. ഇൻസുലിൻ കൊടുക്കാൻ വേണ്ടി മാത്രം. ഇതിനടിയിൽ ഒരു ക്യാപ്പുണ്ട്, അത് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പ്ലഞ്ചർ അതല്ലെങ്കിൽ പിസ്റ്റൺ എന്ന് പറയും, പിസ്റ്റൺ ഫ്രീ ആയിട്ടിരിക്കും. നീഡിൽ അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ഇൻസുലിൻ കൊടുക്കാൻ വേണ്ടി മാത്രമേ നമ്മളിത് യൂസ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഉള്ളത് 1 cc സിറിഞ്ച്. 1 cc സിറിഞ്ച് വന്നിട്ട് കൃത്യമായിട്ട് 1 ml ഉണ്ട് കേട്ടോ. 1 ml കാണാൻ പറ്റുന്നുണ്ടല്ലേ. 1 ml കൃത്യമായിട്ടുണ്ട് അതിന്. ഇത് നമ്മൾ രണ്ട് കാര്യത്തിന് ഉപയോഗിക്കും. ഒന്ന്, നമ്മൾ ABG സാമ്പിൾ എടുക്കാനായിട്ട് ഉപയോഗിക്കും. ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് ABG സാമ്പിൾ എടുക്കണമെങ്കിൽ ഇതിനകത്ത് ഹെപ്പാരനൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കും. 1 ml സിറിഞ്ചാണിത്. പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഡോസ് കൊടുക്കാൻ. ഏതെങ്കിലും മെഡിസിൻ പേഷ്യൻസിന് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടെസ്റ്റ് ഡോസ് എന്ന് പറയും, അത് കൊടുക്കണം. കൊടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ആ മെഡിസിൻ പേഷ്യൻസിന് എടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത്. എല്ലാ മെഡിസിൻസും എല്ലാവർക്കും മാച്ച് ആയിക്കോണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് 0.3 ml അത്ര എടുത്താൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ 0, 1, 2, 3 അങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ 1 ml ടോട്ടൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉപയോഗത്തിനാണ് ഈ സിറിഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നീടുള്ളത് 2 cc സിറിഞ്ച്. 2 cc സിറിഞ്ച് ആണെങ്കിലും ഇത് 2.5 ml വരെ നമുക്ക് ഇതിനകത്ത് ഫില്ലാക്കാം. പക്ഷേ ഇതിന് നമ്മൾ കോമൺലി പറയുന്നത് 2 cc സിറിഞ്ച് എന്നാണ്. അപ്പോൾ ഈ 2 cc സിറിഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് IV ഇഞ്ചെക്ഷൻസ് കൊടുക്കുവാനും IM ഇഞ്ചെക്ഷൻസ് കൊടുക്കുവാനും മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. IV ഇഞ്ചെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഞ്ചെക്ഷൻ എമിസെറ്റ് അതൊക്കെ 2 ml ഉള്ളൂ. അത്തരത്തിലുള്ള ചെറിയ ചെറിയ ആംബ്യൂൾസ് വരും. ആംബ്യൂൾസ് വരും, വയൽസും വരുമല്ലോ ഇഞ്ചെക്ഷൻ. അതായത് ആംബ്യൂളുകളെല്ലാം മോസ്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ്. IVക്കും ഈവൻ IM ഓൾസോ വി ക്യാൻ ഗീവ്. കാരണം അതിനുള്ള നീഡിലാണ്. ഇത് എല്ലാ ഈ സിറിഞ്ചുകളുടെ കൂടെ എല്ലാം നീഡിൽ അറ്റാച്ച്ഡ് അല്ലായിരിക്കും, സെപ്പറേറ്റഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഓക്കെ, അതിനുശേഷം 5 cc സിറിഞ്ച്. 5 cc ആണെങ്കിലും ഇതിൽ 6 ml കണ്ടെയ്ൻ ചെയ്യും കേട്ടോ. പക്ഷേ 6 ml നമ്മൾ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് ഈ പിസ്റ്റലിങ് ഊരിപ്പോരും. ഭയങ്കര പ്രഷർ, ചിലപ്പോൾ അതിൻ്റെ പ്രഷർ കൊണ്ട് ചിലപ്പോൾ ദർ ഇസ് എ ചാൻസ് നമുക്ക് പിന്നെ എയർ ഔട്ടൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഇല്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അവർ സേഫറായിട്ട് പറയുന്നത് ഇത്രേ എടുക്കാവൂ. നമ്മൾ എടുക്കുമ്പോൾ ഇതായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. 5 cc ഇതിനകത്ത് എടുക്കാവുള്ളൂ. 5 cc കൂടുതൽ നമ്മൾ IM കൊടുക്കാൻ പാടുള്ളതല്ല. 5 cc കൂടുതൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 2 സൈറ്റിലായിട്ട് വേണം IM ഇഞ്ചക്ഷൻ കൊടുക്കാൻ എന്ന് പറയും. അപ്പോൾ 5 cc സിറിഞ്ച് വരെ നമ്മൾ IVയും IMും കൊടുക്കുവാനായിട്ട് യൂസ് ചെയ്യും. അതിനുശേഷം ഉള്ള ഒരു സിറിഞ്ചുകളും നമ്മൾ IM ഇഞ്ചക്ഷൻ കൊടുക്കുവാനായിട്ട് യൂസ് ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ IV കാനുല ഫ്ലഷ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അത്തരത്തിലുള്ള പ്രൊസീജിയറുകൾ ചെയ്യുമ്പോഴും ഈ 5 cc-യും 2 cc-യുമാണ് എപ്പോഴും നമ്മൾ ഫ്ലഷിങ്ങിനായിട്ട് ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾ വലിയ സിറിഞ്ചുകൾ ഉപയോഗിച്ചാൽ അതിനകത്തെ വോളിയവും പ്രഷറും കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ IV കാനുല എത്രയും വേഗം ബൾജായി പോകാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 10 cc ആണ് കേട്ടോ. 10 ആണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് 12 ml വരെ ഇതിനകത്ത് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് നീഡിലുണ്ടായിരിക്കും. ബിഗ് നീഡിൽസാണ്. ഡയമീറ്ററും ലെങ്ത്തും ഒക്കെ കൂടുതലുള്ള നീഡിൽസാണ് ഇത് വരുന്നത്. ഈ നീഡിൽസ് നമ്മൾ ഇഞ്ചെക്ഷൻസ് കൊടുക്കാനൊന്നും നമ്മൾ യൂസ് ചെയ്യത്തില്ല. ലോഡിങ്ങിനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പിന്നെ നീഡിൽസിൻ്റെ സൈസസ് അതിൻ്റെ യൂസേജൊക്കെ ഞാൻ പിന്നീട് ക്ലാസ്സിൽ എടുക്കുന്നതാണ്. അന്നേരം നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനെക്കുറിച്ച്. സിറിഞ്ചസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് 10 cc എന്നാണെങ്കിലും 12 ml വരെയുണ്ട്. അപ്പോൾ ഞാൻ ഈ സിറിഞ്ച് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാതെ വെച്ചിരുന്നതെന്ന് വെച്ചാൽ സിറിഞ്ച് ഓപ്പൺ ചെയ്യുന്നൊരു ടെക്നിക്ക് കൂടെ ഞാൻ ഈ ക്ലാസ്സിലൂടെ തന്നെ പറഞ്ഞു തരാം. ഇത് എപ്പോഴും സിറിഞ്ചസ് വരുന്നത് സ്റ്റെറൈലായിട്ടുള്ള പാക്കിങ്ങിലാണ് വരുന്നത്. നമ്മൾ സ്റ്റെറൈലായിട്ടുള്ള പ്രൊസീജിയറുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു എല്ലാ നഴ്സുമാരിലും ഞാൻ കണ്ടുവരുന്ന ഒരു ടെൻഡൻസി ഇതിങ്ങനെ ടെയർ ചെയ്തിട്ടിടുക. ഇത് ആക്ച്വലി നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്കതൊരു നല്ലൊരു ടെക്നിക്കേ അല്ല. നമ്മളെപ്പോഴും നഴ്സസിൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു പോക്കറ്റ് സിസേഴ്സ് ഉണ്ടായിരിക്കണം. ഇതിനൊരു കവർ ഉണ്ടായിരിക്കണം കമ്പൽസറി ആയിട്ടും. അതില്ലാത്ത പക്ഷേ നമ്മൾ പോക്കറ്റ് ഇടുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടന്നാൽ നമ്മൾ ബെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ദർ ഇസ് എ ചാൻസ് വിൽ ഗെറ്റ് ഹേർട്ട്. ഓക്കെ, അതെടുത്തിട്ട് നമ്മളെപ്പോഴും ഇതിങ്ങനെ കട്ട് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്
നമ്മളിതിൻ്റെ അടിയിലുള്ള ഈ പാട്ടുണ്ടല്ലോ, സിറിഞ്ചിൻ്റെ ഈ പാട്ട്, ഇതിനെ പറയുക ഞാൻ പാർട്സ് പറഞ്ഞു തരാം. അത് തമ്പ് റെസ്റ്റ്. ആ തമ്പ് റെസ്റ്റ് കൊണ്ട് നമ്മൾ ഇതിങ്ങനെ പുഷ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഇത് വരും ഇതുപോലെ കണ്ടോ, ഇതിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ സ്റ്റെറൈലായിട്ടിരിക്കുന്നവർ, സ്റ്റെറൈൽ ഗ്ലൗസ് ആരാണ് ഇട്ടിരിക്കുന്നത്, ദേ വിൽ ടേക്ക്. സോ ഇറ്റ് വിൽ ബി സ്റ്റിൽ സ്റ്റെറൈൽ ഈവൻ ദോ ദിസ് ഇസ് കമ്മിങ് ഔട്ട്. ബട്ട് ഔട്ടർ പാർട്ട് സ്റ്റെറൈൽ അല്ല, അപ്പോൾ അവർക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ വേണം, നമ്മൾ മെഡിസിനൊക്കെ ആണെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇതിനകത്ത് നീഡിലുണ്ട് കണ്ടോ, നീഡിലുണ്ട്. അപ്പോൾ ഡിറ്റാച്ച്ഡ് ആണ്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള നീഡിൽസ് അല്ല. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാനത് ഓപ്പൺ ചെയ്യാൻ വെച്ച് നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പോൾ അതിനിരിക്കട്ടെ, ഇത് ഉണ്ടോ 20 ml ഉണ്ട്, കറക്റ്റ് 20 ml ഉള്ളൂ കേട്ടോ. 20 ml സിറിഞ്ച് കറക്റ്റ് 20 ml. നെക്സ്റ്റ് വന്നിട്ട് 50 cc സിറിഞ്ച്. 50 cc ആണെങ്കിലും 60 cc ഉണ്ട് ഇതിനകത്ത്, cc or ml. ഓക്കെ, 60 ml കാണിച്ചിട്ടുണ്ട്. നമ്മൾ 60 ml നമ്മൾ വളരെ കുറച്ചാണ് എടുക്കാറ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഈ സിറിഞ്ചുകളൊക്കെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പേഷ്യൻസിന് ഫീഡിങ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതല്ലാതെ ഇൻഫ്യൂഷൻ പമ്പുകളിൽ അറ്റാച്ച് ചെയ്ത് വെച്ച്, ഇൻഫ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എവറി അവറിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ഐനോ ഡ്രോപ്സ്, ഐസിയുലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് ഹെപ്പാരിൻ ഇൻഫ്യൂഷൻ, ലാസിക്സ് ഇൻഫ്യൂഷൻ, ഇത്തരത്തിലുള്ള ഇൻഫ്യൂഷൻസ്, അതുമല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇൻസുലിൻ ഇൻഫ്യൂഷൻസ്, അങ്ങനെയുള്ള ഇൻഫ്യൂഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ 50 cc സിറിഞ്ച് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത്. ഈവൻ 20 cc നമുക്കതിന് വേണ്ടി യൂസ് ചെയ്യാം. കാരണം ഹെപ്പാരിനൊക്കെ ഓൺലി 24 hours വാലിഡിറ്റിയേ ഉള്ളൂ. വൺസ് അത് ഡൈല്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 24 hours കഴിയുമ്പോൾ ഇതിനകത്ത് മെഡിസിൻ ബാലൻസ് ഉണ്ടെങ്കിൽ പോലും ആ മെഡിസിൻ പിന്നെ ആക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഹെപ്പാരിൻ, ഇൻസുലിൻ, അതുപോലെ ഇഞ്ചക്ഷൻ പ്രൊപ്പഫോൾ. അപ്പോൾ അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ 50 cc വളരെ സ്മോൾ ml പോകുന്നുണ്ടെങ്കിൽ ഇപ്പം ഇൻ ബിറ്റ്വീൻ അത് ഹോൾഡ് ചെയ്തെന്നിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഹാഫ് ഓഫ് ദ സിറിഞ്ച് മെഡിസിൻ മേ ബി വേസ്റ്റ് ആവും. അത്രയും വേസ്റ്റ് ആവാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള 20 cc സിറിഞ്ചസുകൾ ഉപയോഗിക്കുന്നത്. 20 cc സിറിഞ്ച് അതുപോലെ തന്നെ ഫോളിസ് കാത്തറ്റർ ഫോളിസ് കാത്തറ്ററിൽ സ്റ്റെറൈൽ വാട്ടർ ഫ്ലഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. 10 cc സിറിഞ്ചസ് എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കുകളൊക്കെ എടുക്കുന്നതിന് വേണ്ടി 10 cc സിറിഞ്ചസിൻ്റെ ആവശ്യമുണ്ട്. ഇഞ്ചക്ഷൻ പാൻ 40 mg വരുന്നത് വിത്ത് 10 ml നോർമൽ സലൈൻ ഡൈലൂഷനോടുകൂടി. ആ കംപ്ലീറ്റ് നോർമൽ സലൈനിൽ നമ്മൾ ഡൈലൂട്ട് ചെയ്തിരിക്കണം ഇഞ്ചക്ഷൻ പാൻ. അപ്പോൾ അങ്ങനെയുള്ള മെഡിസിൻസുകളൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി 10 cc. നമ്മൾ 10 cc പിന്നെ ബ്ലഡ് വിഡ്രോയ്ക്ക് ഉപയോഗിക്കും. ഇപ്പോൾ ഒരു അഡ്മിഷനൊക്കെ വരുമ്പോൾ പേഷ്യൻസിന് CBC, RFT അങ്ങനെ മൾട്ടിപ്പിൾ ബ്ലഡ് ടെസ്റ്റുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ബ്ലഡ് ആവശ്യമുണ്ടാവുമല്ലോ. ഒറ്റ പ്രിക്കിൽ തന്നെ നമുക്ക് ഓൾ ബ്ലഡ് സാമ്പിൾ വി ക്യാൻ കളക്ട്. സോ ബ്ലഡ് സാമ്പിൾ കളക്ഷൻസിന് വേണ്ടിയിട്ടൊക്കെ 10 cc സിറിഞ്ചസ് നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ 50 cc യൂസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയാണ് നമുക്ക് കോമൺ ആയിട്ടുള്ള സിറിഞ്ചുകൾ. എൻ്റെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഈ സിറിഞ്ചുകളെക്കുറിച്ച് കോമൺ ആയിട്ടുള്ളൊരു അറിവ് കിട്ടി. ഇനി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സിറിഞ്ച് ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണത്. ഇതിനൊരു ബൾബുണ്ട് ഇവിടെ. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. കണ്ടോ, ഈ സിറിഞ്ചിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടോ? ഇതിനിങ്ങനെ ഒരു ബൾബുണ്ട് കണ്ടോ. അതുപോലെ ഇവിടെ ഒരു ക്യാപ്പുണ്ട്. നമുക്ക് ഈ ക്യാപ്പ് ഊരിയെടുത്ത് കഴിഞ്ഞാൽ അതിനൊരു വൈഡായിട്ടുള്ള, ഈ പാട്ടിനെ നമ്മൾ എന്താ പറഞ്ഞ്, ക്യാനുല, വൈഡായിട്ടുള്ളൊരു ക്യാനുലയാണ്. മറ്റ് സിറിഞ്ചുകളുടെ പോലെയല്ല. ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലാഡർ വാഷിനാണ്. നമ്മൾ കോമൺ ആയിട്ട് ഈ സംഭവം നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് mls അല്ല, ഔൺസ് ആണ്. കണ്ടോ, 20 ounce, 1.5 ounce, 1 ounce and 1/2 ounce. ഇതിനകത്ത് നമ്മൾ ബിറ്റാഡിൻ സൊല്യൂഷൻസ് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബൾബിങ് വെച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഈ നമ്മുടെ ആ പ്രസ്സിങ്ങിൻ്റെ ഫോഴ്സിൽ ഈ ബിറ്റാഡിൻ സൊല്യൂഷൻ ഇതിനകത്ത് നമ്മൾ പതുക്കെ ഇങ്ങനെ വിട്ടു കൊടുക്കുമ്പോൾ ആ ഫോഴ്സ് വിടുമ്പോൾ അതിങ്ങനെ എയർ വീണ്ടും ഫില്ലാവുമല്ലോ ഈ ബൾബിലേക്ക്. അപ്പോൾ ഇതിനകത്തേക്ക് ബിറ്റാഡിൻ സൊല്യൂഷൻ കയറി വരും. എന്നിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യും എന്തുമായിട്ട്, നമ്മുടെ ഫോളിസ് കാത്തറ്ററിൻ്റെ പാട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്ത് അങ്ങ് കൊടുക്കുമ്പോൾ ആ സൊല്യൂഷൻ ബ്ലാഡറിലേക്ക് പോയിട്ട് ബ്ലാഡർ കംപ്ലീറ്റ്ലി വാഷ് ചെയ്തിട്ട് നമ്മൾ അതുപോലെ തന്നെ പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്ലാഡറിലേക്ക് പോകും. അത് കഴിഞ്ഞ് വിടുമ്പോൾ ആ എയർ വീണ്ടും ഫില്ല് ചെയ്യുമ്പോൾ അതിന് ബാക്ക് അടിക്കും. അങ്ങനെ നമ്മൾ ബ്ലാഡർ വാഷ് കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സിറിഞ്ചാണിത്. ഇത് ബ്ലാഡർ വാഷ് സിറിഞ്ച് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ,
മറ്റെന്തെങ്കിലുമൊക്കെ വാഷ് ബോഡിയിൽ കൊടുക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡ്രെയിനൊക്കെ ബ്ലോക്ക് ആവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും ഡോക്ടേഴ്സ് ഇതുപോലെ സലൈൻ എടുത്തിട്ട് ഇതുപോലെ ഡ്രെയിനിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് തിരിച്ചെടുക്കും. അപ്പോൾ അതിന് ആ ബ്ലോക്കും ക്ലോട്ടും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോരും. അങ്ങനെ വാഷിങ്ങിന് കോമൺലി ഒരു വാഷിങ് യൂസ് ചെയ്യുന്ന സാധനം ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും വേറെ തരത്തിലുള്ള വാഷൊക്കെ ഉണ്ട് നമ്മൾ കൊടുക്കുന്ന സ്റ്റൊമക്ക് വാഷ് കൊടുക്കും, അതിന് നമ്മൾ ഇത് ഉപയോഗിക്കത്തില്ല കേട്ടോ. ഇതുപോലെ ഡ്രെയിനിങ്ങിന് ട്യൂബുകളൊക്കെ ബ്ലോക്ക് ആകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇത് അപ്പം കോമൺലി നമ്മളിത് പറയുന്നത് ബ്ലാഡർ വാഷ് സിറിഞ്ച് എന്നാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എഴുതണം. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഞാൻ ഉത്തരം തരാം. അപ്പോൾ എല്ലാവർക്കും ദൈവനാമത്തിൽ നമസ്കാരം.